ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേഷനിലേക്ക് നമുക്ക് പോകാം. അതിന് മുന്നേ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ഷെയർ ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, ബെൽബട്ടൺ കൂടി അമർത്തണം കേട്ടോ. ഓക്കെ, അപ്പോൾ അക്ബറിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, ഇപ്പോൾ എന്താണ് അങ്ങനെ ഷാനവാസിനെ കൊണ്ടുപോയപ്പോൾ എന്താണ് അക്ബർ അങ്ങനെ പെരുമാറാൻ കാരണം? അപ്പോൾ ആദ്യം ഷാനവാസ് അങ്ങനെ ഇരുന്നപ്പോൾ ലാലേട്ട ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇയാൾ അഭിനയിക്കുകയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ഫിസിക്കൽ അസാൾട്ട് ആക്കാൻ പാടില്ല എന്ന് ബിഗ് ബോസ് വിളിച്ച് പറഞ്ഞ് അപ്പം തന്നെയാണ് ഇയാൾ ഇങ്ങനെ പൊത്തിപ്പിടിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ഡ്രാമ ആണോ എന്ന് തോന്നിയിട്ടുണ്ട്. പിന്നീട് ഞാൻ ഡ്രാമ അല്ലാന്ന് മനസ്സിലായപ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഡ്രാമ അല്ലാന്ന് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് വിഷമമായി. അപ്പോൾ ഞാൻ എൻ്റെ വളരെ ജെനുവിനായിട്ട് പിന്നെയും പെരുമാറിയത് ആളങ്ങോട്ട് കൊണ്ടുപോകാനുള്ള ഇതിലാണ് നോക്കുന്നുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. പനീഷും പറയണ്ടേ, എനിക്ക് ഒരുപാട് വിഷമം തോന്നി ലാലേട്ട, ഷിവർ ചെയ്യുന്നുണ്ടായിരുന്നു മുഖം, വെയിറ്റ് ഇങ്ങനെ കൂടി കൂടി വരുമായിരുന്നു ഞങ്ങൾ പിടിക്കുമ്പോൾ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അനുമോള് പറയുന്നുണ്ട് ഇതിനൊക്കെ പ്രധാന കാരണം ആര്യനാണ് എന്ന് പറഞ്ഞിട്ട് അപ്പം തന്നെ പറയുന്നുണ്ട് അക്ബറാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാന കാരണം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അക്ബർ പറയുന്നുണ്ട് അനുമോളിപ്പോൾ എന്താ പറഞ്ഞത്, വളച്ചൊടിക്കില്ല കേട്ടോ അനുമോളെ. ലാലേട്ടൻ്റെ മുന്നേ വെച്ചിട്ടാണ് പിന്നെ ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടുമായി ഫയറിങ്. വളച്ചൊടിക്കരുത് അനുമോളെ. അനുമോൾ എന്താ പറയുക, ഞാൻ കാരണമെന്നോ? ലാലേട്ട, അവിടെ ബിഗ് ബോസിൻ്റെ വീടാണിത്, അതിൽ ഹെൽത്തിപരമായിട്ടുള്ള വഴക്ക് മാത്രമേ ഞാനും ഷാനവാസ്ക്കും തമ്മിൽ നടക്കുന്നത് ഇപ്പോൾ ലാലേട്ടൻ വാങ്ങിച്ചതിന് ശേഷം. അപ്പോൾ പാത്രം കഴുകി തന്നിട്ടില്ല, അതൊരു ഹെൽത്തി പരമായിട്ടുള്ള ഞാൻ പറഞ്ഞ കാര്യമാണ്. ഇവിടെ അത് കഴുകി തന്ന ഭക്ഷണം ഉണ്ടാക്കാമെന്ന്. അപ്പോൾ അനുമോൾ പറയുന്നത് ഞാനും ഒരുപാട് അടുക്കളയിൽ നിന്നുള്ളതാണ് ലാലേട്ട. അപ്പോൾ എനിക്ക് ഒരുപാട് ഞാനിതുപോലെ കുറേ ഭക്ഷണത്തിൻ്റെ വേസ്റ്റൊക്കെ പാത്രത്തിൽ കണ്ടിട്ട് ഞാൻ കഴുകി എടുത്തിട്ടൊക്കെ ഉണ്ട്. ഇവർക്കത് ചെയ്യാവുന്നതേ ഉള്ളൂ. ഷാനവാസ്ക്ക് കുളിച്ച് വന്നിട്ടേ ഉള്ളൂ. ആ സമയത്ത് ഷാനവാസ്കോട് കഴുകി തരണം എന്ന് പറഞ്ഞ് നിർബന്ധം പിടിച്ചു. ഈ അക്ബറാണ് സ്റ്റാർട്ട് ചെയ്തത്, കഴുകി തന്ന ഭക്ഷണം വെക്കില്ല എന്ന് പറഞ്ഞു, എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു രാവിലെ ഞാനല്ല കഴുകുന്ന ആൾ എന്നും പറഞ്ഞ് ഞാൻ പോയി എന്നൊക്കെ പറഞ്ഞ് അക്ബറാണ് ഇതിൻ്റെ മൂല കാരണം എന്ന് പറഞ്ഞിട്ടാണ് അടി കൂടുന്നത്. അപ്പോൾ അക്ബർ പറയുന്നുണ്ട് ലാലേട്ട, ഇതെനിക്ക് ഒട്ടും പിടിക്കുന്നില്ല, ഇത് വളച്ചൊടിക്കലാണ്. എന്തിനാണ് എന്നെ വളച്ചൊടിക്കുന്നത്? ഞാനല്ല ഇതിൻ്റെ കാരണം. ബിഗ് ബോസ് ഹൗസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങളുടെ ഡ്യൂട്ടിയെക്കുറിച്ച് ഇവർ പറയുന്നുണ്ട്, അപ്പോൾ ഇവരുടെ ഡ്യൂട്ടിയെക്കുറിച്ച് ഞങ്ങൾക്ക് തിരിച്ചും പറയണ്ടേ? അപ്പോൾ ഇവരുടെ ഡ്യൂട്ടി ശരിക്കും ചെയ്യുന്നില്ല. പാത്രം കൃത്യമായി കഴുകി തന്നാലല്ലേ ഞങ്ങൾക്ക് എന്തിനു വെച്ച് കൊടുക്കാൻ പറ്റുള്ളൂ. അതിനാണ് ലാലേട്ട ഞങ്ങളങ്ങനെ പറഞ്ഞത് എന്ന് പറയുന്നുണ്ട്. അത്രയേ ഉള്ളൂ കേട്ടോ.